ജോലി കിട്ടാനായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പല ആളുകൾക്കും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ത് ചോദ്യം ചോദിക്കും, ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യും, ഏത് രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് പലപ്പോഴും പല ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാവാറുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കീ എലമെൻറ്റ്സ് ആണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇൻ്റർവ്യൂവിന് പല സ്ട്രക്ചറുകളുണ്ട്, പല ലെവൽസ് ഉണ്ട്. ചിലപ്പോൾ ആദ്യം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും, അതിനുശേഷം ഒരു ടെലഫോണിക് ഇൻ്റർവ്യൂ ആയിരിക്കും, പിന്നീട് ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരിക്കും. ഫൈനലി നിങ്ങൾ അവിടുത്തെ CEO അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന മാനേജറുമായിട്ടായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും സാലറി നെഗോഷിയേറ്റ് ചെയ്യുകയും ഫൈനലി നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ലെവലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഇൻപുട്സ് ഉണ്ട്, ചില വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. പലപ്പോഴും പല MNCs ആണെങ്കിലും വലിയ കമ്പനികളാണെങ്കിലും അവർ തീർച്ചയായിട്ടും ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ച സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ റീസണബിലിറ്റി, നിങ്ങളുടെ തിങ്കിങ് സ്കില്ല്, അങ്ങനെയുള്ള ബേസിക് സ്കിൽസ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാവാം? അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അത്യാവശ്യം ഒരുപാട് കോമൺ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നോക്കി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഫീൽഡ് സ്കില്ലുള്ള ആളാണെങ്കിൽ പോലും ഈ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരം ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇൻ്റർനെറ്റിലും യൂട്യൂബിലും പോയി സെർച്ച് ചെയ്തിട്ട് കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ ലെവലായിരിക്കും പലപ്പോഴും ടെലിഫോണിക് ഇൻ്റർവ്യൂ. ടെലിഫോണിക് ഇൻ്റർവ്യൂ നടത്തുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ലെവലിലുള്ള അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ലെവലിലുള്ള HRകളായിരിക്കും. അപ്പോൾ അവർ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ, ഒരു കാരിക്കേച്ചർ സ്കെച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അവിടെ നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് ചോദിക്കും, പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ അവർ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് സാലറി എക്സ്പെക്റ്റേഷൻ എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളെ ചെയ്യാൻ പോകുന്ന ജോലിയെ പറ്റിയോ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി ലെവൽ പാക്കേജ് എത്രയാണെന്ന് നമുക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ചാടിക്കേറി നമ്മളൊരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ഇറ്റ്. അവരത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അത് ഫ്യൂച്ചറിൽ അവരത് എടുത്തിടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്കൊരു സാലറി അറിയില്ല, കൺഫ്യൂഷൻ ആണെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് തിങ്. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ പിന്നീട് നിങ്ങൾ ആലോചിക്കുമ്പോൾ അത് കുറഞ്ഞു പോയി എന്നൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ടെലിഫോണിക് ഇൻ്റർവ്യൂവിൽ സാലറി ചോദിക്കുകയാണെങ്കിൽ എയ്തർ യു ഡോണ്ട് സേ എനിത്തിങ്, ഇനി പറഞ്ഞേ പറ്റുമെന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷനേക്കാൾ കുറച്ച് പൈസ കൂടുതൽ പറയുക. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. കാരണം പിന്നീട് കുറഞ്ഞു പോയി എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് കൂട്ടി വെച്ചേക്കുക. കാരണം ഒരിക്കലും ആ ടെലിഫോണിക് സ്റ്റേജ് കൊണ്ട് അവർ നിങ്ങളെ കട്ട് ഓഫ് ചെയ്യില്ല, മറിച്ച് അടുത്ത സ്റ്റേജിലേക്ക് എന്തായാലും പോകും. ഇനി 1-on-1 സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊളൈറ്റ് ആയിരിക്കുക, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെ സ്ട്രെസ് ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദിക്കും. ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും കണ്ടൻറ് നോളജിൽ ശ്രദ്ധ ഉണ്ടാവും, അതില്ല എന്നല്ല. എന്നാൽ നിങ്ങൾ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടോ, നിങ്ങൾ ആദ്യം വന്നിട്ടുള്ള ആ ഒരു പൊളൈറ്റ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള നിങ്ങളുടെ ബിഹേവിയറൽ പാറ്റേൺസ് എല്ലാം തന്നെ ടെസ്റ്റ് ചെയ്യും. ഇത് കൂടാതെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും കേട്ടോ. നമ്മൾ എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ കമ്പനീസ് ചെക്ക് ചെയ്യാറുണ്ട്. ബട്ട് ഓൺ ദാറ്റ് ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുക. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ നോളജ് ഇല്ലാത്ത കാര്യമാണെങ്കിൽ അറിയില്ല എന്ന് പറയുക, തുറന്ന് സമ്മതിക്കുക. ഒരു മണ്ടത്തരം പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആ കാര്യം അറിയില്ല എന്ന് തുറന്നു പറയുന്നതായിരിക്കും. എങ്കിലും ടു ദി എൻഡ് നമ്മൾ മാക്സിമം ഒരു ഹാപ്പി ഫേസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഫ്രസ്ട്രേറ്റഡ് അല്ലാതെ ഹാപ്പി ആയിട്ട് ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളടുത്ത് അവർ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, എത്ര കാലം ഈ ഒരു കമ്പനിയിൽ തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഒരു 6 മാസമോ 1 വർഷമോ കഴിഞ്ഞിട്ട് മറ്റൊരു കമ്പനിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനോ ഒക്കെ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. ഇതൊന്നും അവിടെ പറയാൻ നിൽക്കരുത്. കാരണം കമ്പനീസ് ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു വിൽ സ്റ്റേ ദെയർ ഫോർ ലോങ്. മാക്സിമം കാലം അവിടെ ഉണ്ടാവാൻ താല്പര്യമുള്ള ആളുകളെയായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഹയറിങ് നടത്തിക്കൊണ്ടിരിക്കണം. ഇത് കോസ്റ്റ്ലിയാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, അവർക്ക് ബുദ്ധിമുട്ടാണ്, അവരുടെ പ്രൊഡക്ടിവിറ്റീനെ എഫിഷ്യൻസിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ലോങ് ടൈം പ്ലാൻസ് ഉള്ള എംപ്ലോയീസിനെ ആയിരിക്കും അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. സോ ഈവൺ ഇഫ് യു ഹാവ് എ പ്ലാൻ ദാറ്റ് നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതവിടെ ഓപ്പൺ ചെയ്യാതിരിക്കുക. എന്തായാലും ജോലിക്ക് കയറുക എന്നുള്ളതാണല്ലോ ഫസ്റ്റ് ലക്ഷ്യം. അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് അങ്ങനെ പുറത്തു പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അന്നേരം സംസാരിക്കാം. ഇൻ്റർവ്യൂ സമയത്ത് തന്നെ ഞാൻ 6 മാസം കഴിയുമ്പോൾ UK പോകും അല്ലെങ്കിൽ കാനഡയിൽ പോകും എന്നൊക്കെ പറഞ്ഞാൽ അവർ നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ ലോ ആണ്.
സോ നിങ്ങൾ പറയാം എനിക്ക് ലോങ് ടേം പ്ലാൻസ് ഉണ്ട്, ആസ് ലോങ് ആസ് ഐ ആം ഹാപ്പി ഹിയർ ഐ വിൽ കണ്ടിന്യൂ ഹിയർ, അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്കോ 5 വർഷത്തേക്കൊക്കെ ഞാൻ ഇവിടെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങ് അടിച്ചു വിടുക എന്നുള്ളതായിരിക്കണം അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പ്ലാൻ ആണെന്ന് പറയാതിരിക്കുക. ദാറ്റ്സ് എ ബേസിക് പോയിന്റ് ഹിയർ. ഇനി അത് പാസ്സായി കഴിഞ്ഞാലാണ് നിങ്ങളെ ഒരു സാലറി നെഗോഷിയേഷനിലേക്കൊക്കെ പോകുന്നത്. ഇതിനിടയിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലുള്ള പരിപാടികളൊക്കെ ചില കമ്പനീസ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷനൊക്കെ വെക്കാറുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൾ ജോബ് റോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ടെക്നിക്കൽ ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വർക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളും ചെയ്യും. ഫൈനാൻഷ്യൽ ആണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾ പാസ്സായെന്ന് വിചാരിക്കുക. ദാറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൽ. അത് നിങ്ങളുടെ ബേസിക് കോണ്ടന്റ് നോളജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ സാലറി നെഗോഷിയേഷനിലേക്ക് ഫൈനൽ ഫേസ് ആണ്. നിങ്ങളെ സെലക്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു, അപ്പോഴാണ് നിങ്ങളെ ആ ഒരു ലെവലിലേക്ക് വിളിക്കുക. സോ കമ്പനി ഹാവ് കൺഫേം നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളെ എടുക്കാൻ കമ്പനിക്ക് താല്പര്യമുണ്ട്. ഇവിടെയാണ് ഏറ്റവും ട്രിക്കിയർ പോയിന്റ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സാലറി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആവറേജ് സാലറി എത്രയാണെന്നും നിങ്ങൾ ഓൾറെഡി ചെയ്ത വർക്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിയും നിങ്ങളുടെ കഴിവും സ്കില്ലിലും നിങ്ങൾ എത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് യു ഷുഡ് ഹാവ് എ ഫിഗർ ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടൊരു നമ്പർ ഉണ്ടായിരിക്കണം. ആ നമ്പർ കൃത്യമായിട്ട് അവിടെ പറയുകയും വേണം, അവിടെ നെഗോഷിയേറ്റ് ചെയ്യണം. അവരൊരു സാലറി പറയും, ഓക്കെ ജോലി കിട്ടി സന്തോഷം എന്ന് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അവിടെ നെഗോഷിയേഷൻ നടത്താം, തീർച്ചയായിട്ടും നടത്തണം. കാരണം ജോലി കിട്ടിക്കഴിഞ്ഞ് കമ്പനിയിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അറിയുന്നത് നിങ്ങൾ ചെയ്യുന്ന അതേ ജോലിക്ക് നിങ്ങളെക്കാൾ കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ ചിലപ്പോൾ ഇതിൽ കൂടുതൽ സാലറി വാങ്ങിക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു ഈഗോ പ്രോബ്ലം ഉണ്ടാവും, നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഓൾവേസ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി എത്രയാണെന്ന് മനസ്സിൽ കുറിക്കണം. അത് നെഗോഷിയേഷൻ ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ പിന്നീട് അത് ഫ്യൂച്ചർ ഡിസപ്പോയിൻമെൻറ്റിലേക്ക് പോകും. കാരണം ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനി ചിലപ്പോൾ അടുത്ത സാലറി ഇൻക്രിമെൻറ്റ് തരുന്നത് 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. 1 വർഷം കഴിഞ്ഞാൽ പോലും വലിയ രീതിയിലുള്ള ഇൻക്രിമെൻ്റ് ഒക്കെ ചിലപ്പോൾ തരില്ല. അതുകൊണ്ട് തന്നെ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം എത്ര കൂട്ടി പിടിക്കാൻ പറ്റുമോ അത്രയും പിടിക്കാൻ ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് കൂടാതെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, കോണ്ടന്റ് നോളജ് കൂട്ടുക, നിങ്ങളുടെ സബ്ജക്റ്റ് ഏരിയ ഏതാണോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഏതാണോ ആ ഏരിയയിൽ കൃത്യമായിട്ടുള്ള നല്ല നോളജും എക്സ്പീരിയൻസും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സാലറിയോട് കൂടി നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. താങ്ക് യു.